അവരെ കയ്യിൽ കുറച്ച് പണമുണ്ട്, അല്ലെങ്കിൽ കുറെ സ്വത്തുണ്ട്, അതൊന്നും അവരതല്ലോ നമ്മൾ കൊടുത്തതാ. അല്ല പറയാ അവർ ചെലവഴിക്കട്ടെ, മിമ്മാ റസഖ്നാഹും, അവർക്ക് നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കട്ടെ. കൊടുത്തത് തീർത്തും കൊടുക്കട്ടെ എന്നുള്ള പറഞ്ഞില്ല, അതിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിക്കട്ടെ. മിമ്മാ റസഖ്നാഹും, നമ്മൾ കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കട്ടെ. സിർറൻ വഅലാനിയ, രഹസ്യമായും ചെലവഴിക്കട്ടെ, പരസ്യമായും ചെലവഴിക്കട്ടെ. അല്ലാഹു രണ്ടും പറയുകയാണ്, രഹസ്യമായും കൊടുക്കണം, പരസ്യമായും കൊടുക്കണം. എന്തേ? സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ രഹസ്യമായി കൊടുത്താൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. ഒരു പാവപ്പെട്ട മനുഷ്യൻ നല്ല തറവാട്ടുകാരനാണ്, ആളുകൾക്കിടയിൽ വലിയ മാന്യനാണ്, പക്ഷെ ഇപ്പോൾ വീട് പട്ടിണിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളെ കല്യാണത്തിനൊരു വകുപ്പുമില്ല, അല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ യാതൊരു വകുപ്പും ഇല്ല, അല്ലെങ്കിൽ അതാ ഭാര്യ ഗർഭിണിയാണ്, പ്രസവത്തോടനുബന്ധിച്ച് വലിയ ചെലവാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷൊന്നുമില്ല. അത് മനസ്സിലാക്കിയിട്ട് ഒരാളും അറിയാതെ, ഒരാളെയും കാണാതെ രഹസ്യമായി കൊടുക്കുന്നു അദ്ദേഹത്തിന്. അത് വലിയ കൊടുതിയാണ്. അല്ല പറയുന്നു, സിർറൻ, രഹസ്യമായി കൊടുക്കണം, പോരാ, വഅലാനിയ, പരസ്യമായിട്ടും കൊടുക്കണം. نحن الذين بايعوا محمدا على الجهاد ما بقينا أبدا എന്ന് പറഞ്ഞ് പട്ടിണിക്ക് പട്ടിണി കിടന്നുകൊണ്ട് ശത്രുക്കളെ ഭയപ്പെട്ട് അതാ മദീന സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം പോലെയുള്ള പരിശ്രമത്തിന്റെ ഇപ്പോൾ അതിന്റെ അവസരമല്ലല്ലോ. അങ്ങനെ ഒരു സേവനം ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ. اللهم لا عيس إلا عيس الآخرة فاغفر للأنصار والمهاجرات. നബിതങ്ങൾ ആ സമയത്ത് സഹാബത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തില്ലേ? ഓ സുഹൃത്തുക്കളെ, ഇന്ന് അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ദീനീ സ്ഥാപനങ്ങളാണ്, സംഘടനകളാണ്. നല്ല നീയത്തോടെ അല്ല പറഞ്ഞതുപോലെ സിർറൻ വഅലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കാൻ ഈമാനുള്ളവരോട് പറയൂ നബിയേ, മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉ ഫീഹി വലാ ഖിലാൽ. ഇപ്പൊ ചെലവഴിച്ചോളും, പിന്നെ ഒരു ദിവസം വരാനുണ്ട്, അത് ഖിയാമത്ത് നാളാണ്. അന്നൊരു ബിസിനസ്സും നടക്കൂല, അന്ന് ഒന്നും വിറ്റ് കാശാക്കാൻ കഴിയൂല, വാങ്ങാൻ കഴിയൂല. അന്ന് സ്വർഗവും പണം കൊടുത്ത് വാങ്ങാൻ കഴിയൂല. വലാ ഖിലാൽ, ഒരു സുഹൃത്തും വേറെ ഒരു സുഹൃത്തിനെ രക്ഷപ്പെടുത്തൂല. الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. അന്ന് സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, അല്ലാഹുവിൽ ഉറച്ച വിശ്വാസത്തോടെ, വിനയത്തോടെ, താഴ്മയോടെ, ഭക്തിയോടെ ജീവിച്ചുകൊണ്ട് അല്ല കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അല്ല വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങൾ ഒഴികെ. മുത്തഖീങ്ങളായ സുഹൃത്തുക്കളെ കൊണ്ട് ഉപകാരം ലഭിക്കും, മുത്തഖീങ്ങൾ പരസ്പരം സഹായിക്കും. അല്ലാത്ത ഒരു സുഹൃത്തിനെ കൊണ്ട് അവിടെ ഒരു കാര്യവുമില്ല. നമ്മളെ കൊണ്ടുപോയി കഞ്ചാവ് വലിപ്പിച്ചവൻ, നമ്മളെ കൊണ്ടുപോയി കള്ള് കുടിപ്പിച്ചവൻ, നമ്മളെ കൊണ്ടുപോയി നിസ്കാരം കളാക്കിപ്പിച്ചവൻ, നമ്മളെ കൊണ്ടുപോയി ഹറാമായ ബിസിനസ്സിലെത്തിച്ചവൻ, നമ്മളെ കൊണ്ടുപോയി അന്യന്റെ ഹക്ക് തീറ്റിച്ചവൻ, സുബ്ഹാനല്ലാഹ്, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം മുടക്കി
ഉണ്ടാക്കിയവൻ, നമ്മളെ കൊണ്ടുപോയി അരബീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയിപ്പിച്ചവൻ, നമ്മളെ കൊണ്ടുപോയി സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുത്തനാശയത്തിലേക്ക് എത്തിച്ചവൻ, അങ്ങനെയൊക്കെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായി ദുനിയാവിൽ അല്ലേ. അല്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദു, അവരെല്ലാം പരസ്പരം ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ശത്രുക്കളല്ല, അവർ പരസ്പരം സഹായികളാണ്.